ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. അഗ്നിപരീക്ഷയിൽ ജഡ്ജായിട്ടുള്ളത് 3 പേരാണ്. സീസൺ 1 നിന്ന് രഞ്ജിനി ഹരിദാസ, സീസൺ 5 നിന്ന് അവതാരികയും അതുപോലെ തന്നെ ഒരു ജഡ്ജും ഉണ്ട്, അഖിൽമാരാരും അതുപോലെ റെനീഷയും. പിന്നെ സീസൺ 4 ഗെയിം ചേഞ്ചറായിട്ട് വന്ന റിയാസ്. അപ്പോൾ അഖിൽമാരാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഗെയിമറായിരുന്നു, അതുപോലെ നല്ല മൈൻഡ് ഗെയിമറായിരുന്നു, വൺ മാൻ ഷോ തന്നെ നടത്തിയ ഒരാളാണ്. അതുപോലെ രഞ്ജിനി അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും നല്ല രീതിയിൽ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരാളാണ്. അപ്പോൾ ഇവരുടെ സെലക്ഷൻ നല്ലതാകട്ടെ എന്ന് നല്ലതായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം ഇപ്പോൾ ഏഷ്യാനെറ്റ് ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്ന കണ്ടു, ഫ്ലവർ ആണോ ഫയർ ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ എന്തായാലും വെറും ചവറായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കരുത്. ഈ സീസണിൽ ശരിക്കും ഒരു പ്രതീക്ഷയുള്ളതെന്ന് പറയുന്നത് നല്ല ജഡ്ജിങ് പാനലാണ്. ഇവർ നല്ല രീതിയിൽ ഗെയിം ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഇവർ തിരഞ്ഞെടുക്കുന്ന കോമണേഴ്സ് എന്തായാലും മോശമായിട്ടുള്ളവരായിരിക്കില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം ബിഗ് ബോസിന്റെ സെലക്ഷൻ ഭാഗത്തുനിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഇങ്ങനെ അരിച്ചു പെറുക്കിയൊക്കെ ഷോയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കുറേ ആളുകൾ, അതുപോലെ ഞാൻ ലാലേട്ട ഞാൻ ഫയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ട് ലാസ്റ്റ് ഒരു പിടി പയറിൽ അവശേഷിച്ച കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പുഞ്ചിരി തൂങ്ങി നടക്കുന്നതും ബീൻ ബാഗിൽ വേരിറക്കുന്നതൊക്കെയാണ് ഗെയിം എന്നാണ് ചിലർ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കണ്ടന്റും കൊടുക്കാതെ, ഒരു പ്രയോജനം ഇല്ലാതെ, ഷോയ്ക്കും പ്രയോജനമില്ല, കാണുന്ന പ്രേക്ഷകർക്കും പ്രയോജനം ഇല്ലാത്ത ഒരു പ്രയോജനം ഇല്ലാത്ത ആൾക്കാരെ തിരഞ്ഞെടുക്കാതിരിക്കട്ടെ. കാരണം ബിഗ് ബോസിന്റെ സെലക്ഷൻ ലിസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ സീസണിൽ ഇതുപോലെ ഒരുപാട് മാസ് പ്രൊമോ ഒക്കെ വന്നിരുന്നു. അതിൽ ഒരുപാട് കാർഡുകൾ വലിച്ചു കയറി. പെങ്ങളൂട്ടി കാർഡ്, കരച്ചിൽ കാർഡ്, ഫേക്ക് ഫ്രണ്ട്ഷിപ്പ്, ഫേക്ക് ലവ് കോംബോ, സേഫ് ഗെയിം. എന്നിട്ട് ലാസ്റ്റ് ഇതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതാണ് കാണുന്നത്. പെങ്ങളൂട്ടി കാർഡ് ഇറക്കരുതെന്ന് പറഞ്ഞിട്ട് ഹിറ്റ്ലർ മാധവൻകുട്ടിയും പെങ്ങന്മാരും തമ്മിലുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് തന്നെ കൊടുത്തു. അതുപോലെ തന്നെ കരച്ചിൽ കാർഡിന്റെ കാര്യം പറഞ്ഞിട്ട് ലാസ്റ്റ് കണ്ണീർ നായികയാണ് ലാസ്റ്റ് വിന്നറായത്. ലാസ്റ്റത്തെ വീക്കിലൊക്കെ നമുക്ക് കണ്ണീര് മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ, എവിടെ തിരിഞ്ഞാലും കരച്ചില് മാത്രം. അതുപോലെ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ്, അത് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ നമുക്കറിയത്തില്ല, അത് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എങ്കിലും ആ ഫ്രണ്ട്ഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ സേഫ് ഗെയിം, ഓരോരുത്തർ വന്നിട്ട് ചുമ്മാതിരിക്കുന്നതാണ് എന്റെ ഗെയിം എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഉണ്ടുറങ്ങി ഷോയുടെ ലാസ്റ്റ് വരെ നിന്ന സേഫ് ഗെയിം കളിച്ചവർ വരെയുണ്ട്. അതുകൊണ്ട് കാണുന്ന പ്രേക്ഷകരോട് കുറച്ച് നീതി പുലർത്തുക. എനിക്ക് ഈ പ്രാവശ്യം കോമണേഴ്സിലാണ് ഒരു പ്രതീക്ഷയുള്ളത്. കാരണം ഒരുപാട് ടാസ്കുകളും കടമ്പകളും കടന്നാണ് അവർ ഷോയിലേക്ക് എത്തുന്നത്. പിന്നെ ബിഗ് ബോസ് കണ്ട ഏറ്റവും നല്ല ഗെയിമേഴ്സ് ആയിട്ടുള്ള ഇവർ തിരഞ്ഞെടുക്കുന്ന മത്സരാർത്ഥികൾ കുറച്ച് കഴിവുള്ളവരായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പൊ അഖിൽമാരാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞ മാരാരെ എല്ലാവരും ചണ്ട കൂട്ടുന്നുണ്ടെങ്കിലും മാരാരയിലെ നല്ലൊരു ഗെയിമറായിരുന്നു. കാരണം പുള്ളിക്കെതിരെ വരുമെന്ന് വിചാരിച്ചവരെ എല്ലാം കൂടെ നിർത്തി ഗെയിം കളിച്ച ഒരാളാണ്. കാരണം വൺ മാൻ ഷോ തന്നെയായിരുന്നു. എതിര് വരുമെന്ന് വിചാരിച്ചവരെ പുള്ളി ഒപ്പം നിർത്തി. അതുപോലെ തന്നെ രഞ്ജിനി ആണെങ്കിലും അഭിപ്രായങ്ങൾ എപ്പോഴും തുറന്നു പറയാൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവരും നല്ലതാണ്. പിന്നെ റിയാസ് ബിഗ് ബോസ് കണ്ട ഏറ്റവും നല്ല ഗെയിം ചേഞ്ചറാണ്. സീസൺ 4 പകുതിയോടുകൂടിയാണ് റിയാസ് വരുന്നത്. 50 എപ്പിസോഡുകൾക്ക് ശേഷം വന്നുകൊണ്ട് ഏറ്റവും പ്രേക്ഷക പിന്തുണയുള്ള മത്സരാർത്ഥികൾക്കെതിരെ ഗെയിം കളിച്ചുകൊണ്ടാണ് അയാൾ ഷോയിലേക്ക് വരുന്നത്. അങ്ങനെ ഷോയുടെ ഗതിയെ തന്നെ മാറ്റിമറിച്ച ഒരു വ്യക്തിയാണ് റിയാസ്. അപ്പോൾ ഈ 3 പേര് ജഡ്ജിംഗ് പാനലിൽ ഇരിക്കുമ്പോൾ നല്ല കഴിവുള്ള മത്സരാർത്ഥികൾ തന്നെ ഷോയിലേക്ക് വരുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പ്രാവശ്യത്തെ വിന്നറും ഒരു കോമണർ തന്നെ ആകട്ടെ. കഴിഞ്ഞ പ്രാവശ്യം സാധിക്കാതെ പോയത് ഈ പ്രാവശ്യം സാധിക്കട്ടെ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ടോപ്പ് 2 എത്താൻ സാധിച്ചു. അത് സീറോ ഫാൻ ബേസിൽ നിന്ന് വന്ന് അത്രയും പ്രകടനം കാഴ്ചവെച്ച് സത്യസന്ധമായിട്ട് ഗെയിം കളിച്ച ഒരാളാണ് അനീഷ്. അപ്പോൾ ചില ശക്തികളുടെ പുറത്ത് കാരണം വിന്നറാകാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഈ പ്രാവശ്യം പ്രേക്ഷകരാണ് ഏറ്റവും വലിയ ശക്തി എന്ന് തെളിയിക്കാനായിട്ട് സാധിക്കട്ടെ. ബാക്കി PR-കളൊക്കെ പോട്ടെ. കണ്ണുനീരും കഥനകഥയുമായിട്ട് വന്ന പ്രേക്ഷകരുടെ ഇമോഷൻസിനെ വിലക്കെടുത്തുകൊണ്ട് ഫേക്ക് ഗെയിം കളിക്കുന്നവരെ ആദ്യമേ തന്നെ പുറത്താക്കാനായിട്ട് സാധിക്കട്ടെ. കാരണം ഒരുപാട് വളർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെട്ടിമാറ്റാനായിട്ട് പാടാണ്. അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നൊരു വിന്നർ ഉണ്ടാവട്ടെ. നമുക്ക് അങ്ങനെ വിന്നർ ഉണ്ടാകണമെന്ന് വിചാരിക്കാം. കാരണം നല്ല കോമ്പിനേഴ്സ് വരട്ടെ. അപ്പോൾ സെലിബ്രിറ്റീസ് ആയിട്ട് വരുന്നവരും ഈ അവിടെ വെളിയിലുള്ള അഭിനയം ഷോയിലും കാഴ്ചവെക്കാത്തവരായിട്ട് ഷോ എന്താണെന്ന് മനസ്സിലാക്കി വരുന്നവരാകട്ടെ ഈ പ്രാവശ്യം സെലിബ്രിറ്റീസ് ആയിട്ട് വരുന്നവരും. അപ്പോൾ നല്ല നല്ല മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കാനായിട്ട് അണിയറ പ്രവർത്തകർക്ക് സാധിക്കട്ടെ. കൂടുതൽ ബിഗ് ബോസിന്റെ അപ്ഡേറ്റുമായിട്ടൊക്കെ പിന്നീട് വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.